നമ്മുടെ കർത്താവായ യേശു മറിയയുടെ ഗർഭപാത്രത്തിൽ പരിശുദ്ധാത്മാവിനാലാണ് ഉൽപ്പാദിതമായത്. കർത്താവ് ആത്മാവിലും ശക്തിയിലും വളർന്നെന്ന് ദൈവവചനത്തിൽ പറയുന്നു. കർത്താവിൻ്റെ സ്നാന സമയത്ത് പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ കർത്താവിൽ ഇറങ്ങി വന്നു. ദൈവവചനം വീണ്ടും പറയുന്നത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവൻ യോർദാൻ വിട്ട് മടങ്ങിയെന്ന്. വീണ്ടും പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയ്ക്ക് തൻ്റെ പബ്ലിക് മിനിസ്ട്രിക്ക് വേണ്ടി പുറപ്പെട്ടു എന്ന് കാണുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 10:38 പറയുന്നുണ്ട്, പിതാവായ ദൈവം യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും നിറച്ചു എന്ന്. അപ്പോൾ നമുക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ ആവശ്യം നമുക്കും ഇല്ലേ? നാം കർത്താവിനെ അറിയുമ്പോൾ തന്നെ നാം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലാകുന്നു. പരിശുദ്ധാത്മാവിൽ അല്ലാതെ ആർക്കും യേശുവിനെ കർത്താവെന്ന് വിളിക്കുവാൻ പറ്റുകയില്ല. എന്നാൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നാം നിറയുമെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിന് ശക്തിയോടെ പ്രവർത്തിക്കുവാനും നമുക്ക് നിലനിൽക്കുവാനും കഴിയുകയുള്ളൂ. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് എല്ലാവർക്കും അവൈലബിളാണ്. ദൈവവചനം പറയുന്നത്, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ഈ ശക്തിയിൽ നാം നിറയുവാൻ നാം എന്ത് ചെയ്യണം? ദൈവവചനത്തിൽ പറയുന്നുണ്ട്, നാം മാനസാന്തരപ്പെട്ട നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുവാൻ പറയുന്നു. രണ്ടാമതായിട്ട് ദൈവവചനത്തിൽ പറയുന്നത്, നാം കർത്താവിനോട് യാചിക്കുക. ദോഷികളായ നമ്മുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നുവെങ്കിൽ തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കർത്താവിനോട് ചോദിച്ചാൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമുക്ക് നിറയുവാൻ കഴിയും. വീണ്ടും ദൈവവചനത്തിൽ പറയുന്നത്, ദാഹിക്കുന്നവരെല്ലാവരും എൻ്റെ അടുക്കൽ കടന്നു വരുവിൻ. കർത്താവാണ് പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ദാഹത്തോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിൽ, കർത്താവേ എന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയ്ക്കണമേ എന്നുള്ള ഒരു ദാഹത്തോടുകൂടി ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവിൻ്റെ സന്നിധിയിൽ നാം കടന്നു ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമ്മളെ നിറയ്ക്കുക തന്നെ കർത്താവ് ചെയ്യും. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നത്. ഈ ശക്തി നമ്മളിൽ വരുമ്പോഴാണ് കർത്താവിൻ്റെ സാക്ഷികളായി തീരുവാൻ നമുക്ക് സഹായിക്കുന്നത്. ഈ ശക്തിയോടുകൂടി പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ദൈവവചനം ഘോഷിക്കുവാനും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാനും ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമുക്ക് സാധിക്കും.